ചിക്കനെ ഇങ്ങനെ ചെയ്താൽ വായിലിട്ട് അലിഞ്ഞു പോകുന്നു. കേട്ടപ്പോൾ തമാശയായിട്ട് തോന്നിയെങ്കിലും ഉണ്ടാക്കി നോക്കിയപ്പോൾ ശരിയാട്ടോ. എല്ലില്ലാതെ നുറുക്കിയ ചിക്കനും കൊത്തിയരിഞ്ഞ സവാളയും പൊടിയായിട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ നമ്മുടെ മാപ്പൊടികളായിട്ടുള്ള മഞ്ഞൾ, മുളക്, മസാല, മല്ലി തുടങ്ങിയ പൊടികൾ ഇട്ടിട്ട് ഉപ്പും ലേശം വിനാഗിരി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ട് തിരുമിയെടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി വെന്ത് വന്ന മസാലയിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില അതിനകത്തേക്ക് ഇട്ട് കൊടുക്കരുത്. മല്ലിയില നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കൊത്തിയെടുക്കണം. ഇനി അതിന്റെ മുകളിലേക്ക് ചിക്കൻ റോസ്റ്റും ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൊത്തി എടുത്തോ. അങ്ങനെ ഏകദേശം ഇതുപോലെ ഒന്ന് കൊത്തിയെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഓയിലും ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് നല്ല തിള വരുമ്പോഴത്തേക്കും 1/4 കപ്പ് അരിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കി മാത്രം എടുത്താൽ പോരാ, ഒന്ന് കുഴച്ചും കൂടി എടുത്തിട്ട് ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഓയിൽ തൂത്ത് പ്രസ്സിൽ വെച്ചൊന്ന് പരത്തി അരിപ്പൊടി തൂക്കിയിട്ടൊന്ന് കിടത്തി ഈ ആ കൊത്തിയ മസാല ഉള്ളിൽ വെച്ചൊന്ന് നിരത്തിയിട്ട് മുകളിൽ ഒരു അപ്പം കൂടി വെച്ച് കൊടുത്തിട്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് കൈവച്ച് പ്രസ് ചെയ്തൊട്ടിച്ച് ചൂടായ കല്ലിലോ പാനിലോ തിരിച്ചു മറിച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇനി ആ ചുട്ടെടുത്തപ്പോൾ അതിന്റെ മുകളിലേക്ക് കനം കുറച്ചെടുത്ത തേങ്ങാപ്പാൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ഒഴിച്ച് കഴിച്ചു നോക്കി. വായിലിട്ട് അരിഞ്ഞു പോകുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ചിക്കൻ പത്തിരിയെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഈ ഒരു ചെറിയ അളവിൽ തന്നെ 8 അപ്പം വരെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.